2-3 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടു, ഒരു ചെറിയ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ അവതാരകൻ മറ്റൊരാളോട് ചോദിക്കുകയാണ്, ഫ്രഞ്ച് റെവല്യൂഷൻ ഏത് വർഷമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ എന്ന്. അപ്പോൾ അയാൾ അതിൻ്റെ വർഷം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, 2ാം ലോക മഹായുദ്ധം അതെന്നായിരുന്നു എന്നറിയുമെന്ന്. അതിനും ആൻസർ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ അവതാരകനോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് 2 ചോദ്യം ചോദിച്ചോട്ടെ എന്ന്. അവതാരകൻ സന്തോഷമായിട്ട് പറഞ്ഞു, ഓക്കെ ചോദിച്ചോ, ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാമെന്ന്. അപ്പം അയാൾ അവതാരകനോട് ചോദിച്ചു, നിൻ്റെ അച്ഛൻ്റെ ജനനത്തീയതി എന്നാന്ന് നിനക്കറിയാമോ? അതുപോലെ നിൻ്റെ അമ്മയുടെ ജനനത്തീയതി നിനക്കറിയാമോ എന്ന്. ഈ ചോദ്യത്തിന് അവതാരകന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിൻ്റെ മാതാപിതാക്കളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നാണെന്നറിയുമെന്ന്. അതിനും മറുപടി ഉണ്ടായില്ല. അപ്പോൾ ഈ അവതാരകനോട് അയാൾ ചോദിക്കുകയാണ്, മോനെ, നിൻ്റെ മാതാപിതാക്കളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി അതൊക്കെ നിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ? അതുപോലും നീ അറിയാതെ മറ്റുള്ള ലോകമഹായുദ്ധം എന്നാന്നും ഫ്രഞ്ച് റെവല്യൂഷൻ ഏത് വർഷമായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇൻ്റർവ്യൂ എടുത്ത് നടക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. ശരി, അതിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്, ശരിയല്ലേ, നമ്മുടെ മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അതൊക്കെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത ദിവസങ്ങളല്ലേ? അതേപ്പറ്റി ഞാൻ ഓർത്തപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നി, നമ്മൾ എത്ര നാളായി നമ്മുടെ മാതാപിതാക്കളോട് അച്ഛ അല്ലെങ്കിൽ അമ്മ ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞിട്ട്. ചിലർക്കത് ചിലപ്പോൾ ഇന്നലെ ആയിരിക്കാം, ചിലർക്ക് 10 മിനിറ്റ് മുന്നായിരിക്കാം, ചിലർക്ക് മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുണ്ടാവും. നമ്മുടെ മക്കൾ നമ്മളോട് ഐ ലവ് യു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് എത്ര ഹാപ്പിയാണ്, നമ്മൾ എത്ര സന്തോഷത്തിലായിരിക്കും അല്ലേ? അതുപോലെ തന്നെയല്ലേ നമ്മൾ നമ്മുടെ പാരൻസിനോട് അവരെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവരോടൊന്ന് ഐ ലവ് യു അമ്മേ, ഐ ലവ് യു അച്ഛ എന്നൊന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറുതായിരുന്നപ്പോൾ ഒക്കെ അവർ ചിലപ്പോൾ നിയന്ത്രണങ്ങൾ ഉണ്ടായി കാണാം, നിബന്ധനകൾ വെച്ചിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മളുടെ നല്ലതിന് വേണ്ടി മാത്രമല്ലായിരുന്നു. അവരെത്ര വലിയ നിബന്ധനകൾ വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഇൻറ്റൻഷൻസ് എന്നും നല്ലത് മാത്രമായിരുന്നു. പക്ഷേ ചിലപ്പോൾ അവർ നമ്മളോട് കാണിച്ചിട്ടുള്ള, അവർ നമ്മളോട് പ്രകടിപ്പിച്ചേക്കുന്നത് ചിലപ്പോൾ ആ രീതിയായിരിക്കാം നമുക്ക് ഇഷ്ടപ്പെടാതിരുന്നത് അല്ലെങ്കിൽ ഇഷ്ടമല്ലാതെ വന്നത്. അപ്പം ഈ ദിവസങ്ങൾ നമ്മൾ ഈ ലോകം മുഴുവനും അമ്മമാരുടെ ദിവസം, മാതൃദിനം, മദേഴ്സ് ഡേ ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മയോട് നമ്മൾ അമ്മയെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അമ്മേ ഐ ലവ് യു അമ്മ എന്നൊന്ന് പറയാൻ നമുക്ക് തോന്നിയാൽ, അങ്ങനെയൊന്ന് പറഞ്ഞാൽ എത്രത്തോളം സന്തോഷം ഉണ്ടാവും അമ്മയ്ക്ക്. ഇതിലും വലിയ ഒരു മാതൃദിന സമ്മാനം എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക? ചിലരുടെ ഒന്നും അമ്മമാർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഉള്ളവർക്ക് അവരടുത്തൊന്ന് പോയിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഐ ലവ് യു അമ്മ എന്നൊന്ന് ഈ മാതൃദിനത്തിൽ പറയാൻ നിങ്ങൾക്ക് പറ്റിയാൽ അതായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എത്ര സന്തോഷമായിരിക്കുമെന്ന്. ലോകത്തിലെ എല്ലാ അമ്മമാർക്കും മാതൃദിന ആശംസകൾ.